സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയും പ്രിയങ്കയും റൂമിലാണെങ്കിൽ വിശന്നു വരഞ്ഞിരിക്കുവാണ്. എന്തെങ്കിലും ചെയ്ത് സഹായിക്കണമെന്ന് കൽപ്പനയോട് ഉർവശിയോടും പറയുന്നെങ്കിലും അവർ കഴിയുകഴിഞ്ഞ് അവിടെ നിന്ന് സ്ഥലം കാലിയാക്കുവാണ്ടോ. ഈ സമയം പ്രിയങ്ക പറയണേ, എന്ത് ചെയ്യും മുത്തശ്ശി, നമ്മളിങ്ങനെ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരുമോ? ഒരു സഹായത്തിന് ഇത്ര നാൾ കൂടി നിന്ന് ഇവർ പോലും ഇല്ലല്ലോ. അന്നേരം മുത്തശ്ശി പറയണേ, എന്താണെങ്കിലും നമുക്ക് ദേവൻ എന്ന് വിളിച്ച് നോക്കാം. അച്ഛനെ വിളിച്ചിട്ട് എന്ത് ചെയ്യാനാ? അച്ഛനെ സഹായിക്കുമെന്നാണോ മുത്തശ്ശി കരുതുന്നത്? എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ അച്ഛൻ തന്നെയല്ലേ അവൻ. എന്തെങ്കിലും ഒരു മനസ്സിലവ് തോന്നിയാലോ? അങ്ങനെ പറഞ്ഞ് ദേവൻ്റെ ഫോണിലേക്ക് വിളിക്കുവാണ് കേട്ടോ മുത്തശ്ശി. എന്നിട്ട് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയണേ. എൻ്റെ കാര്യം വിട്, നിൻ്റെ മോളിവിടെ ഉണ്ടല്ലോ. ഒന്നാമത് അവൾക്ക് സുഖമില്ലാത്ത അവസ്ഥയിലും അല്ലേ. അപ്പോൾ ആ നിലയ്ക്ക് അവൾക്ക് കൃത്യമായിട്ട് ഭക്ഷണമെങ്കിലും കൊടുക്കണ്ടേ? മനസ്സിന് സ്ഥിരതയില്ലാത്ത കുട്ടിയല്ലേ അവളുടെ കാര്യമെങ്കിലും ഓർത്തിട്ട് നീ എന്തെങ്കിലും ഒന്ന് ചെയ്തേവാ. നിൻ്റെ മോള് തന്നെയാണ് പട്ടിണി കിടന്ന് ചാകാൻ പോകുന്നത്. അങ്ങനെ ചാവുന്നെങ്കിൽ ചാത്തോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. എടാ ദേവ, കണ്ണീശ്വരല്ലേ ഇതിങ്ങനെ സംസാരിക്കല്ലേ? ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ സങ്കടം തുറന്നു പറയാൻ നീ അല്ലാതെ വേറെ ആരുമില്ല. അന്നേരം ദേവൻ പറയണേ, ഞാനും എൻ്റെ സങ്കടം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അമ്മ അത് കേൾക്കാൻ തയ്യാറായില്ലല്ലോ. ഇപ്പോൾ എനിക്കത് കേൾക്കാൻ തീരെ മനസ്സില്ല. അമ്മ ഒന്ന് വെച്ചിട്ട് പോയിക്കേ. അങ്ങനെ പറഞ്ഞ ദേവൻ ഫോൺ കട്ട് ചെയ്യുവാൻ കേട്ടോ. ഓ ദുഷ്ടൻ, കണ്ണീത്തോറ് തൊട്ട് തീണ്ടാത്തവൻ. അവൻ നമ്മളെ സഹായിക്കാൻ വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല മോളെ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും മുത്തശ്ശി? എനിക്കാണെങ്കിലല്ലോ വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്, അടുക്കളയിലേക്ക് വാ, നമുക്ക് അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെ പറഞ്ഞ് സുകുമാരിയും പ്രിയകയും കൂടി അടുക്കള മുഴുവൻ സെർച്ച് ചെയ്ത് നോക്കുവാണ് കേട്ടോ. പക്ഷേ ഒരു തുള്ളി ഭക്ഷണം പോലും അവിടെ ഉണ്ടാവില്ല. ഷോ, അവരെ കരുതിക്കൂട്ടി തന്നെയാണ്. ഒരു തുള്ളി ഭക്ഷണം പോലും ബാക്കി വെച്ചിട്ടില്ല. നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കേണ്ടി വരും. ഇപ്പോൾ എന്തായിരുന്നു ഉണ്ടാക്കുക? അന്നേരം പ്രിയങ്ക സ്റ്റൂളിൻ്റെ പൊക്കത്തേക്ക് കയറുവാണ്. എന്നിട്ട് പൊക്കത്തു നിന്നൊരു പാത്രം എടുത്തിട്ട് പറയുവാണ്, ദേ മുത്തശ്ശി, ഇവിടെ പയറിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പയറെങ്കിൽ പയർ, നീ ഇതെടുക്ക്. അങ്ങനെ അതെടുക്കുന്നതിൻ്റെ ഇടയിൽ വേറൊരു ഡപ്പയൊക്കെ മറിഞ്ഞ് വീഴുവാണ്. അങ്ങനെ അതിൽ നിന്നും മുളക് പൊടിയൊക്കെ രണ്ടുപേരുടെ മേത്തേക്ക് വീഴുകയും സ്റ്റൂളിൽ നിന്ന് പ്രിയങ്ക താഴത്തേക്ക് വീഴുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കണ്ണിലെരിവ് പോയിട്ട് ആകെ അലറി വിളിച്ച് ബഹളം ഉണ്ടാക്കുവാണ്. ഈ സമയം ഒച്ച കേട്ടിട്ട് ഓടി വരുന്ന ജയഭാരതി അമ്മയും രാധികയൊക്കെ കാണുന്നത് രണ്ടുപേരും കൂടി മുളക് പൊടി കണ്ണിലൊക്കെ വീണ് നടുവൊടിഞ്ഞ് താഴെ കിടക്കുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് രണ്ടാളും കൂടി ചിരി അടക്കാനാവാതെ നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ അവർ ആ കാഴ്ച കണ്ട് ശരിക്കും ആസ്വദിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമ ആകെ വയ്യാതെ റൂമിൽ കിടക്കുമായിരിക്കും കേട്ടോ. ശ്യാമക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല. ഈ സമയം അമൃത അരികിലേക്ക് വരുവാണ്. അന്നേരം ശ്യാമ പറയണേ, എടുത്തി മോളൊന്ന് ഫോണിൽ വിളിച്ച്, എനിക്ക് അവളുടെ ശബ്ദം ഇപ്പം തന്നെ കേൾക്കണം. അങ്ങനെ അമൃത ഫോണിലെ രാധികനെ വിളിച്ചിട്ട് ശ്യാമയുടെ കൈ കൊടുക്കുവാണ്. അങ്ങനെ ശ്യാമ തൻ്റെ മകളോട് ഒത്തിരി നേരം ഫോണിലൂടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം രാധികയാണെങ്കിൽ ശ്യാമയോട് സോറിയൊക്കെ പറയുന്നുണ്ട്. ഇന്നലെ അങ്ങനെ പെട്ടെന്ന് ആ വാക്കുകളൊക്കെ കേട്ടപ്പോൾ എന്തൊക്കെ ഞാനും പറഞ്ഞുപോയി. സത്യം പറഞ്ഞാൽ മാഡം എന്നോട് ഒത്തിരി സന്തോഷത്തോടെ സംസാരിക്കാനല്ലേ വിളിച്ചത്. പക്ഷേ ഞാനായിട്ട് മാഡത്തിൻ്റെ എല്ലാ മൂടും തകർത്തുമല്ലേ എന്നൊക്കെ പറഞ്ഞ് രാധിക ക്ഷമയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്